എടോ പിണറായി വിജയ എന്ന് പറഞ്ഞ് പ്രസ്താവിക്കുമ്പം കൈയടിക്കുന്ന രീതിയുണ്ടല്ലോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പോലും. വളരെ ചെറിയ പ്രായത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായി പോരാടി പോലീസിൻ്റെ ക്രൂര മർദ്ദനത്തിന് ഇരയായി നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്നും കേരളത്തിന് കാണിച്ചു കൊടുത്ത നേതാക്കളിൽ ഒരാളാണ് പിണറായി വിജയൻ. അതെല്ലാം പോട്ടെ, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 10 വർഷത്തോളം. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു 10-16 വർഷക്കാലം. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് ഇങ്ങനെയൊരു പരാമർശം നടത്തുന്നത്. ഇന്നലെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ക്രിമിനലായ സെക്ഷൽ പെർവേർട്ടായ രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായും വലിയ പ്രതിഷേധം രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത്തരമൊരു പരാമർശം നടത്തിയത് എന്തുകൊണ്ട് ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഈ നേതാക്കൾക്ക് എന്തുപറ്റി എന്ന ചോദ്യം ചോദിക്കുന്നു KN ബാലഗോപാൽ. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള കടയിൽ പോയി കഴിക്കാം, അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകാം, വഴിനീളം നടക്കുന്നതിന് സ്ത്രീകൾക്കുൾപ്പെടെ പൊതുവിൽ നമ്മൾ അതും മറ്റൊരു സ്ഥലത്ത് പത്രപ്രവർത്തകരാണെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തി കഴിഞ്ഞാൽ ഇപ്പോഴും ജയിലിൽ നിന്ന് പുറത്തു വരാത്ത ആളുകളുണ്ട്. ചിലതൊക്കെ അവകാശവും സ്വാതന്ത്ര്യവും കുറച്ചധികമാണ്. കാരണം വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പോലും, ഞങ്ങളുമൊക്കെ വിദ്യാർത്ഥി യുവജന രംഗത്തുനിന്ന് വന്നതാണ്, എടോ പിണറായി വിജയ എന്ന് പറഞ്ഞ് പ്രസ്താവിക്കുമ്പം കൈയടിക്കുന്ന രീതിയുണ്ടല്ലോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പോലും. എല്ലായിടത്തും ഞങ്ങളാരും ഒരാളെ അങ്ങനെ പറയാറില്ല. ഞങ്ങൾക്ക് അതിശക്തമായിപ്പോൾ എനിക്കും എന്നെപ്പോലുള്ള ആളുകൾക്ക് ഞങ്ങളുടെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ട്. എത്ര ക്രൂരമായ മർദ്ദനമേറ്റ് വാങ്ങിയിട്ടുണ്ട്, കൈയൊടിഞ്ഞിട്ടുണ്ട്, എൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ മർദ്ദനമേറ്റവരാണ്. അതിൻ്റെ പേരിൽ ആളുകളോട് അതിൻ്റെ ഒരു വ്യക്തിപരമായിട്ടല്ല, അതിൻ്റെ ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിനകത്ത് പൊതുവിൽ മാതൃകയായി പെരുമാറേണ്ടവരാണ് പൊതുപ്രവർത്തകർ. അപ്പോൾ അങ്ങനെ പെരുമാറുന്ന ഒരു പ്രവർത്തനം വേണം. പത്രപ്രവർത്തകരുൾപ്പെടെ പാലിക്കേണ്ട മാന്യതകളും മര്യാദയൊക്കെ ഉണ്ട്, അതൊക്കെ പാലിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ ഈ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ഒരു പരസ്യവാചകമല്ല. നാട്ടിലെ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന, ലോകത്ത് എവിടെ പോകുന്ന മലയാളിക്കും കേരളത്തിലെത്തിയാൽ എനിക്കൊരു സ്വസ്ഥതയുണ്ടെന്ന് തോന്നുന്നൊരു നാടാണിത്. അത് സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിനെ ജനങ്ങൾ ശക്തിപ്പെടുത്തും, പിന്തുണയ്ക്കും, കൈയൊഴിയില്ല, കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.